ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ഡിസയർ ടു ലേൺ ഡാഷ് കയോക്കിംഗ് ആൻഡ് കനോക്കിംഗ് ടു നോ ദ ഡിഫറൻസ്. തന്നിരിക്കുന്നതിൽ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടുന്നു, രണ്ട് കാര്യങ്ങളുടെയും വ്യത്യസ്തത മനസ്സിലാക്കാൻ വേണ്ടി പരിചയപ്പെടുന്നു. അപ്പോൾ രണ്ടും അറിയണം. അപ്പോൾ രണ്ടും ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഡിസയർ ഉണ്ട്, ആഗ്രഹമുണ്ട്. അപ്പോൾ രണ്ടും ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബോത്ത് ആൻഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ് വരുന്നത്? ബോത്ത് ആൻഡ്. ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നുണ്ട് ഒന്നില്ല എന്ന്, നൈദർ നോർ രണ്ടും ഇല്ല എന്ന്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ് there are no less than 50 packets of noodles in the carton. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ദ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യും, കൗണ്ടബിൾ നൗണുകളും അൺകൗണ്ടബിൾ നൗണുകളും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കൗണ്ടബിൾ നൗണിനോടൊപ്പം എന്തിൻ്റെ ലിറ്റിലിൻ്റെ വകഭേദങ്ങളും ഫ്യൂവിൻ്റെ വകഭേദങ്ങളും അൺകൗണ്ടബിൾ നൗണിനോടൊപ്പം ലിറ്റിലിൻ്റെ വകഭേദങ്ങളുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 50 പാക്കറ്റ്സ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗണാണ്. അതുകൊണ്ട് എന്തില്ല, ലെസ്സിൻ്റെ കാറ്റഗറി ഒന്നും വരില്ല, ലെസ് ലിറ്റിലൊന്നും വരില്ല. ലെസ്സൊക്കെ വരുന്നത് അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഫ്യൂവിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. there are not few than 50 packets of noodles in the carton. അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിത്താർ ഫോർ 20 years. തന്നിരിക്കുന്നതിൽ ടെൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കഴിഞ്ഞിട്ട് സിൻസ് അല്ലെങ്കിൽ ഫോർ ഒക്കെ വരുന്ന സെൻറ്റൻസുകളിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? വിൽ അല്ലെങ്കിൽ ഷാള്, വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി, വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ വിൽ ഹാവ് ബീൻ പ്ലേയിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. വി ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്ത് ചെയ്യും, ഒബ്ജക്റ്റിനനുസരിച്ച് എഴുതുന്ന രീതിക്കാണ് പറയുന്ന പേരാണ് പാസീവ് വോയിസ്. ഇപ്പോൾ ഈസ് വരുന്ന സെൻറ്റൻസ് ഒബ്ജക്റ്റിനനുസരിച്ച്, ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? ദ ലെസൺ ആണ് ഒബ്ജക്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ദ ലെസൺ സിംഗുലാർ ആയതുകൊണ്ട് ഈസിൽ തുടങ്ങും. ഇതൊരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈസ് ദ ലെസണിൽ വരുന്ന സെൻറ്റൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി. ഡാഷ് ഐ സപ്പോസ്ഡ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഇവിടെ ഉത്തരം ഷുഡയും ഉണ്ട്, അതേപോലെ ആമയും ഉണ്ട്, ആറിൻ്റെയും ഉണ്ട്, അതേപോലെ ആമയും ഉണ്ട്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ആമയാണ്. ആമൈ വരാൻ സാധ്യതയുണ്ട്, ആമൈ ഉത്തരമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഇൻ കേസ് ആമൈ വരാം, ഇത് ചിലപ്പം ഉത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ. അടുത്ത ചോദ്യം നോക്കിയേ. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റിഫ്രൈൻ ഡാഷ് ബാഡ് കമ്പനി. പഠിച്ചതാണ്. റിഫ്രൈനോടൊപ്പം ചേരുന്നത് ഫ്രം ആണ്, റിഫ്രൈൻ ഫ്രം. അപ്പോൾ നമ്മൾ ആ പഠിച്ച വാക്കുകൾ ഏതൊക്കെയായിരുന്നു? റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെൻറ്റഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഫ്രം ചേർത്തിട്ട് പറയണം. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഫ്രം ചേർത്തിട്ട് പറയണം. നമ്മൾ ജെറണ്ടിൻ്റെ ടോപ്പിക്കിലും പ്രിപ്പോസിഷൻ്റെ ടോപ്പിക്കിലൊക്കെ പഠിച്ചാണ്. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെൻറ്റഡ് പ്ലസ് ഫ്രം എന്ന പ്രിപ്പോസിഷൻ ഇവയോടൊപ്പം ചേരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സ്ട്രൈക്ക്. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ടാഗ് ഉപയോഗിക്കാനാണ്. എ ഫ്യൂ നെഗറ്റീവ് വേർഡാണെങ്കിലും എ ഫ്യൂവിനെ നമുക്ക് പോസിറ്റീവ് വേർഡായിട്ട് എടുക്കാം. എ ഫ്യൂ വർക്കേഴ്സ്, എ ഫ്യൂ ഒക്കെ വരുന്ന സെൻറ്റൻസുകളിൽ ദേ ആണ് സബ്ജക്റ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എ ഫ്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പോസിറ്റീവ് സെൻറ്റൻസ്, ദേ സബ്ജക്റ്റായിട്ട് എടുത്തു. ഓക്സിലറി ഇല്ല, ഓക്സിലറി നമ്മൾ കണ്ടെത്തുന്നു. പാർട്ടിസിപ്പേറ്റഡ് എന്ന വേർബ് സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡിഡ് കിട്ടുന്നു. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിനോടൊപ്പം നോട്ട് ചേർക്കുന്നു, സബ്ജക്റ്റ് എഴുതുന്നു. അപ്പോൾ ഡിഡിൻ്റെ ദേ ഉത്തരമായിട്ട് വരുന്നു. ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ, ഡിഡിൻ്റെ ദേ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. വേർ ഈസ് ദ ബസ് സ്റ്റാൻഡ് സെഡ് ദ യങ് മാൻ.
ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. എന്ത് ചെയ്യും? ഇങ്ങനെയല്ല. എന്ത് ചെയ്യും? തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇൻറ്ററോഗേറ്റീവ് ആണെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡ് ഇങ്ങനെ വരുന്ന സെൻറ്റൻസ്, ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്റ്റ് എന്ന രീതിയിൽ കിടക്കുന്ന സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതണം, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതണം, അത് കഴിഞ്ഞിട്ടാണ് ഓക്സിലറി വെർബ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ് എന്ന രീതിയിൽ തന്നിരുന്ന സെൻറ്റൻസുകളെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡ്, സബ്ജക്റ്റ്, ഓക്സിലറി വെർബിൻ്റെ പാസ്റ്റ്. അപ്പോൾ ഈസിൻ്റെ പാസ്റ്റാണ് വാസ്. അപ്പം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വാസ് വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ വാസ് നമ്മൾ പറഞ്ഞു ഈസ്, ആം ഒക്കെ വരുന്ന സെൻറ്റൻസുകളുടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാസ് ഉണ്ടാന്ന് നോക്കുക. ആറാണെങ്കിൽ വേറെ ഉണ്ടാന്ന് നോക്കുക. ഹാസ്, ഹാവ് ആണെങ്കിൽ ഹാഡ് ഉണ്ടാന്ന് നോക്കുക. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ. വില്ല് മുതൽ ഓട്ടിട്ട് വരെയുള്ള ഓക്സിലറി, വില്ലാണെങ്കിൽ ഉഡ് നോക്കുക, ഷാളാണെങ്കിൽ ഷുഡ് നോക്കുക, ക്യാൻ ആണെങ്കിൽ കുഡ് നോക്കുക, മേ ആണെങ്കിൽ മൈറ്റ് നോക്കുക. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചത്. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബാണെങ്കിൽ V2 ആക്കിയത് V2 നോക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് ആണ് വരുന്നതെങ്കിൽ ഹാഡ് പ്ലസ് V3 നോക്കുക. ഇതാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ റൂളായിട്ട് പഠിച്ചത്. ഇപ്പോൾ ഈസ് വരുന്ന സെൻസ് വാസ് വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ വാസുണ്ട്, രണ്ടാമത്തേൽ വാസില്ല, മൂന്നാമത്തേൽ വാസുണ്ട്, നാലാമത്തേൽ വാസില്ല. അപ്പോൾ രണ്ട് ഓപ്ഷൻ വെട്ടി. ഇനി നോക്ക്, നമ്മൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞ് ഓക്സിലറി വരണം. ആദ്യത്തേൽ ഓക്സിലറി കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരില്ല. അതുകൊണ്ട് ഉത്തരം ഏത്? ഇവിടെ വേറെ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓക്സിലറി. അതുകൊണ്ട് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയത് ദ സിംഗർ പെർഫോംഡ് ഡാഷ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ്. സിംഗർ പെർഫോംഡ് മെലഡിയസ്ലി ഫോർ 2 hours അറ്റ് ദ കൺസേർട്ട്. ഉത്തരമായിട്ട് വരുന്നു ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഈ മെലഡിയസ് എന്ന് പറയുന്നത് അതൊരു ആഡ്വർബ് ഫോമാണ്. എങ്ങനെ ആ സിംഗർ അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ നന്നായിട്ട് മെലഡിയസ് ആയിട്ട് പെർഫോം ചെയ്തു, അതൊരു ആഡ്വർബാണ്. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്നതിൽ ടൈം എന്ത് ചെയ്യും, ടൈം ഓഫ് പീരീഡ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈമിന് മുന്നിൽ ഫോർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് സ്പോട്ടുകൾക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കൃത്യസമയം കൃത്യസ്ഥലത്തിനൊക്കെ മുന്നിൽ അറ്റ് ചേർത്തും പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കിയേ, ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റിംഗ് ഹിം ബൈ ഗിവിങ് വാല്യുബിൾ അഡ്വൈസ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഇതും സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനാണ്. അഡ്വൈസ് ADVICE അഡ്വൈസ് ഉണ്ട്, ADVISC അഡ്വൈസ് ഉണ്ട്, ADVISC അഡ്വൈസ് ഉണ്ട്. വ്യത്യാസം ഉണ്ടാ? എന്താണ് അഡ്വൈസിൻ്റെ വ്യത്യാസം? ADVICE അഡ്വൈസ് ഉപദേശം, അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ADVISC അഡ്വൈസ് ഉപദേശിക്കുക, അതൊരു വെർബാണ്. അഡ്വൈസ് CE അഡ്വൈസ് ഒരു നൗണ്, SC അഡ്വൈസ് വെർബാണ്. എസ് സ്റ്റുഡൻ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അഡ്വൈസ് സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, സ്റ്റുഡൻറ്റിന് അഡ്വൈസ് കൊടുത്തു എന്നാണ്. അഡ്വൈസ് ഉപദേശം. അപ്പോൾ നമ്മൾ ഉപദേശം സിംഗുലാർ, നമ്മൾ ഈ അൺകൗണ്ടബിൾ നൗണുകൾക്ക് എന്ത് പറയില്ല, എപ്പോഴും സിംഗുലാർ വെർബായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ പ്ലൂറലൊന്നും ആക്കാറില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബാക്കി എല്ലാം എസ്സിൽ അവസാനിക്കുന്നു. നമുക്ക് എല്ലാം എസ്സിൽ വരുന്നു. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത് നോക്കിയേ ചോദ്യം, തന്നിരിക്കുന്ന ചോദ്യം, യെസ്റ്റർഡേ ടിം പാർക്ക്ഡ് ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് ദ പോലീസ് ഡാഷ് ഇസ് ട്രക്ക്. ചൂസ് ദ വേർഡ് ദാറ്റ് ദ ബെസ്റ്റ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള വെർബ് ഉപയോഗിക്കാനാണ്. അപ്പോൾ ട്രക്ക് എടുത്തുകൊണ്ട് പോയി എന്ന അർത്ഥത്തിലാണ് വരുന്നത്. റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ വണ്ടി ഇട്ടപ്പം വണ്ടി പിടിച്ചുകൊണ്ട് പോയി എന്ന അർത്ഥത്തിൽ വരുന്നു. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് യെസ്റ്റർഡേ വരുന്ന സെൻറ്റൻസുകളിൽ എപ്പോഴും വെർബ് V2 ആയിരിക്കണം. യെസ്റ്റർഡേ വരുന്ന സെൻറ്റൻസുകളിൽ എപ്പോഴും വെർബ് V2 ആയിരിക്കണം. അപ്പോൾ V2 വരുന്ന വെർബിൽ പിടിച്ചുകൊണ്ട് പോയി എന്നർത്ഥം വരുന്നത് ഏതാണ്? ഇംപൗണ്ടഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇംപൗണ്ടഡ് മീൻസ് ഒരു സാധനം പിടിച്ചെടുത്തുകൊണ്ട് പോയി എന്നർത്ഥത്തിലാണ് വരുന്നത്, എ ഓപ്ഷൻ. ഇംപ്രിസൺഡ് മീൻസ് ജയിലിൽ അകപ്പെടുക എന്നർത്ഥത്തിലാണ് വരുന്നത്. ഇംപെയിൽഡ് മീൻസ് എന്ത് ചെയ്യുന്നു, വളച്ചു കെട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളച്ചു വയ്ക്കുക എന്നർത്ഥത്തിൽ വരുന്നു. ഇൻടേൺഡ് മീൻസ് തടവിലാക്കുക എന്ത് ചെയ്യുന്നൂടെ എന്നർത്ഥത്തിലൊക്കെ പറഞ്ഞു. ഒരു തടവിലാക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ തടവിലാക്കുക
തുറുങ്കലിൽ അടയ്ക്കുക എന്ന അർത്ഥത്തിലൊക്കെ പറയും. അപ്പം നമുക്കിവിടെ ഉത്തരമായിരുന്നു വരുന്നത് എ ഓപ്ഷനാണ്, ഇംപൗണ്ടഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ഡാഷ് വെൻ ദേ റാങ് അപ്പ് ആൻഡ് ഇൻഫോംഡ് ദാറ്റ് ഐ ഹാഡ് വോൺ എ ലോട്ടറി. തന്നിരിക്കുന്നതിൽ ഉചിതമായ ഇഡിയം ഉപയോഗിക്കാനാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഏതിനും നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയ്ക്കും ഇതേപോലത്തെ അർത്ഥം വരുന്ന മറ്റൊരു രീതിയിൽ നമ്മൾ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ, അതായത് ലോട്ടറി അടിച്ചപ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യുന്നത്, ഒന്നാമത്തെ ഓപ്ഷനിൽ ഫ്ലൈ ഓഫ് ദ ഹാൻഡിലാണ്. ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ മീൻസ് നമ്മളെ ടെമ്പർ നഷ്ടപ്പെട്ടു പോവുക, ലോസ് വൺസ് ടെമ്പർ എന്നാണ്, നമ്മൾ കയ്യിൽ നിന്ന് പോയെന്നൊക്കെ പറയില്ലേ, അതാണ് വരുന്നത്. ഓൺ ക്ലൗഡ് 9 മീൻസ് എക്സ്ട്രീം ഹാപ്പിനെസ് എന്നാണ്. അറ്റ് ദ ലോങ്ങർ ഹെഡ്സ് മീൻസ് നമുക്ക് ഡിസഗ്രിമെൻ്റ് എന്നാണ്. അതുപോലെ റെഡ് ഇൻ ദി ഫേസ് എന്ന് പറഞ്ഞാൽ ബിക്കം ആംഗ്രി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ഉത്തരം വരുന്നു? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ ദ പബ്ലിക് ആസ് എ പെർഫോമർ ഇൻ ബോളിവുഡ് മൂവീസ്. തന്നിരിക്കുന്നതിൽ ഇറ്റാലിക്സിൽ തന്നിരിക്കുന്ന വാക്കുകളിൽ വാക്കിൻ്റെ വൺ വേർഡ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഉത്തരമായിട്ട് വരുന്നത് ഡിബറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡിബറ്റ്, DEBUT ഉത്തരമായിട്ട് വരുന്നു. ഫസ്റ്റ് പെർഫോമർ എന്ന അർത്ഥത്തിൽ വരുന്നു. അടുത്ത കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നത്, മൂർച്ച, നമ്മൾ ഉയർച്ചയിലുള്ളത്, മറ്റേ കുന്നിൻ്റെയൊക്കെ അഗ്രഭാഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഉയർച്ച അല്ലെങ്കിൽ ഉയരമുള്ളത്. ഓംനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ വൺ ഹു പ്രസൻറ്റ് എവരിവെയർ എന്നാണ്. ഓംനി പ്രസൻറ്റ് എന്ന് പറഞ്ഞാലോ വൺ ഹു പ്രസൻറ്റ് എവരിവെയർ. ഓംനി സൈൻഡ് എന്ന് പറഞ്ഞാൽ വൺ ഹു നോസ് എവരിത്തിങ് എന്നാണ്. ഇനി അതേപോലെ ഓംനി പൊട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു വൺ ഹു ഹാവ് ഓൾ പവർ എന്നാണ്. മാസ്റ്റർ പീസ് നമുക്കറിയാം, മാസ്റ്റർ പീസ് വർക്ക് ഒരാളുടെ മഹത്തായ സൃഷ്ടി, മഹത്തായതെന്ന അർത്ഥത്തിൽ പറയുന്നു. അടുത്തതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ ആന്റണിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അക്കംപ്ലിഷ്മെൻറ്റിൻ്റെ ആന്റണിം, അക്കംപ്ലിഷ്മെൻറ്റ് പൂർത്തിയാക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ വിജയിച്ചു അല്ലെങ്കിൽ ഫെയില്യൂർ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അക്കംപ്ലിഷ്മെൻറ്റ്, ഫെയില്യൂർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. സ്യൂട്ടബിൾ എന്നതിൻ്റെ സിമിലർ ആയിട്ടുള്ള വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്യൂട്ടബിളിൻ്റെ സിമിലർ ആയിട്ടുള്ള കൺജീനിയൽ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. കൺജീനിയൽ ഉത്തരമായിട്ട് വരുന്നു. അതായത് വളരെ ഉചിതമായിട്ടുള്ളത് എന്നർത്ഥത്തിൽ വരുന്നു. കൺജീനിറ്റൽ എന്ന് പറഞ്ഞാലോ, കൺജീനിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമായിട്ട് നമ്മൾ ഈ ജന്മസിദ്ധമായിട്ടുള്ള നമ്മൾ ജനറ്റിക്കലി എന്ന അർത്ഥത്തിൽ വരുന്നു. കണ്ടാജിയസ് നമുക്കറിയാം, പകർച്ചവ്യാധി എന്ന അർത്ഥത്തിൽ പറയുന്നു. കണ്ടാജിയസ് എന്ന അർത്ഥത്തിൽ വരുന്നു. അടുത്ത കൺവേഴ്സ് എന്ന് പറഞ്ഞാൽ കൺവേഴ്സ് മീൻസ് എതിർ എന്നാണ് കേട്ടോ. എതിർ, ഓപ്പോസിറ്റ് എന്ന അർത്ഥത്തിൽ വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ്. താഴെ തന്നിരിക്കുന്നതിൽ അടുത്ത ചോദ്യം കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്പെൽറ്റ് വേർഡാണ്. ഇൻകറക്റ്റ്ലി ആയിട്ടുള്ള, കറക്റ്റ് അല്ലാത്ത സ്പെല്ലിംഗ് വന്നിരിക്കുന്ന വാക്ക് ഏതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓൺട്രപ്രണർ ആണ് തെറ്റായിട്ട് സ്പെൽ ചെക്കിൽ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ വന്നിരിക്കുന്ന ഓൺട്രപ്രണർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. റെസ്പോണ്ടസ് സ്വെയിൽ വാസ് പ്ലേറ്റ് ഇൻ്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഫോറിൻ യൂസേജ് ആണ്. ദാറ്റ് മീൻസ് ആൻസർ പ്ലീസ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ആൻസർ പ്ലീസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യമാണ് ദ തീവ്സ് ഡാഷ് ദ അപ്പാർട്ട്മെന്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ വെക്കേഷൻ. അപ്പോൾ നമുക്ക് ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബ്രോക്ക് ഇൻ ടു ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബ്രേക്ക് ബ്രേക്ക് ഇൻ ടു മീൻസ് എൻ്റർ ബൈ ഫോഴ്സ് എന്നാണ്. ബ്രേക്ക് ഇൻ ടു എൻ്റർ ബൈ ഫോഴ്സ് എന്നാണ്. അല്ലെങ്കിൽ അതിക്രമിച്ച് കയറുക, ഇടിച്ചു പൊളിച്ച് കയറുക എന്ന അർത്ഥത്തിൽ വരുന്നു. ബ്രേക്ക് ഡൗൺ, ബ്രേക്കിൻ്റെ പാസ്റ്റാണ് ബ്രോക്ക്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ്. നമ്മൾ ബസ്സൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു എന്ന് പറയില്ലേ, സ്റ്റോപ്പ് എന്നാണ്. അതേപോലെ ബ്രേക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് റിലേഷൻഷിപ്പ് എന്നാണ്. ബന്ധങ്ങൾ അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അതേപോലെ ബ്രേക്ക് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലോസ്, നഷ്ടപ്പെട്ടൊക്കെ പോയി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് അർത്ഥം? സ്റ്റോപ്പ് എന്നാണ്. അല്ലെങ്കിൽ റിക്കവറി ഫ്രം സിക്നെസ് എന്നും പറയാറുണ്ട്. അതുപോലെ ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്ററപ്റ്റ് എന്നാണ്. ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് എന്നാണ്.
ഓക്കെ, അടുത്ത് നോക്കിയേ. ആൻറ്റിനാസ് ഡാഷ് ഏബിൾ ടു കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. ചൂസ് ദ കറക്റ്റ് പ്രിഫിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകൾക്ക് മുന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേര് പ്രിഫിക്സ്. വാക്കുകൾക്ക് പിന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേരാണ് സഫിക്സ്. അപ്പം അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം അക്ഷരങ്ങൾ ചേർക്കുന്നത്. നോക്കിയേ, ഇവിടെ ഏബിൾ എന്ന വാക്കിന് മുന്നിൽ ഏത് പ്രിഫിക്സ് ചേർത്താൽ ഉചിതമായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് വരുന്ന എനേബിൾ ആണ്. എനേബിൾ മീൻസ് സ്പർശിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുക എന്നർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ എനേബിൾസ് ദ ആൻറ്റിനാസ് എനേബിൾ കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. അപ്പോൾ ആൻറ്റിനാസ് സഹായിക്കും. അപ്പോൾ താഴെ തന്നിരിക്കുന്ന വാക്കിൻ്റെ പ്ലൂറൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ വാക്കാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൂടെ, ഫിനോമിനൻ എന്നതിൻ്റെ പ്ലൂറൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിനോമിന ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷനാണ് ഉത്തരം.